അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സർ, ഈ പേഷ്യന്റിന്റെ കൂടെ ഉള്ളവർ ആരാണ്? ദേ റിപ്പോർട്ട്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇവരുടെ കൂടെ ഉള്ളത് ആരാണ്? അതെ, സൗദയെ കണ്ട സിസ്റ്റർ അത് ചോദിക്കുന്നു. എന്നാൽ സൗദ അപ്പോഴും മയക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അർജന്റ് കേസ് എന്ന് പറഞ്ഞ് സ്ട്രക്ചറിൽ കിടത്തി. ഞാനിപ്പോൾ വരാം, കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം അത്യാവശ്യത്തിന് എന്ന് പറഞ്ഞ് ഓട്ടോ ഡ്രൈവർ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ആളുകളെ കണ്ടെത്താനായില്ല. എങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയതല്ലേ, അവർ പെട്ടെന്ന് തന്നെ അതാ അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ഇവർക്ക് എന്ത് പ്രശ്നം? റിപ്പോർട്ട്സൊക്കെ ഉണ്ടല്ലോ. ഇതാ, ആഹാ, ഇവരുടെ വന്ന പേഷ്യൻ്റ് ആയിരുന്നല്ലോ. ഇതിപ്പോൾ എന്ത് പറ്റി വീണ്ടും വരുന്നതിന് കാരണം? പക്ഷേ കാര്യമായിട്ടൊന്നും ഇളക്കൊന്നും കാണുന്നൊന്നുമില്ല. നമുക്കുണ്ടല്ലോ, സാറ് വരുന്ന വെയിറ്റ് ചെയ്യാം. സിസ്റ്റർമാർ അവരെ ഒരു റൂമിലേക്ക് കിടത്തി. അവൾ നല്ല ഉറക്കത്തിൽ. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുറക്കുന്നു. ഓ, നിന്നെ തല്ലല്ലിമ്മ, നീ കഴിയൂല. ഹസീന, നിന്നൊന്നും ചെയ്യല്ലേ. എന്താ നിങ്ങളീ പറയുന്നത്? ഹേയ്, എൻ്റെ പേര് സൗദ. അവർ ലിസ്റ്റിലെ പേര് നോക്കി വിളിച്ചു. സൗദ, ഞാനെവിടെ? എന്ത് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടല്ലോ. സൗദ, റിലാക്സ്, കൂൾ ഡൗൺ. നിന്റെ കൂടെയുള്ള ആൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. പുറത്തേക്ക് പോയിട്ട് എന്തോ സാധനങ്ങൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാതെ വേഗം പെട്ടെന്ന് നിനക്ക് വേണ്ടി നിന്നെ അങ്ങോട്ട് കയറ്റി വിട്ടതാണ്. ഒരു ഗ്ലൂക്കോസ് തരട്ടെ എന്ന് വിചാരിച്ചപ്പോഴേക്കാണ് നീ ഉണർന്നത്. നിനക്ക് എന്താ മോളെ പറ്റിയത്? ശരിക്കും സിസ്റ്റർമാർ അവളോട് ചോദിച്ചു. എനിക്കൊന്നുമില്ലല്ലോ. എന്നാൽ മറ്റു സിസ്റ്റർ പറഞ്ഞു, അല്ലെങ്കിലും ഭ്രാന്തന്മാരോട് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല എന്നേ പറയുള്ളൂ. അല്ല, കുട്ടിയെ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് കൊണ്ടുപോയിട്ട് വീണ്ടും ഇങ്ങോട്ട് എത്തിക്കാൻ ഇപ്പോഴെന്താ കാര്യം? എനിക്കൊന്നുമില്ല സിസ്റ്റർ, ഞാനെങ്ങനെ ഇവിടെ എത്തിയത്? ഞാൻ എൻ്റെ വീട്ടിലിരുന്നല്ലോ. ഓ, ഇതിപ്പോൾ സംഭവമേ കുറച്ച് കൂടെ ടൈപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ഗ്ലൂക്കോസ് ഇടാണ്ട്. ഒന്നും കഴിച്ചിട്ടില്ലേ? ആകെ ക്ഷീണുണ്ടല്ലോ. അവളുടെ കണ്ണുകളെല്ലാം ഒന്ന് തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, ആ കുട്ടിക്ക് നല്ല രക്തക്കുറവുണ്ട്. നമുക്കൊരു ഗ്ലൂക്കോസ് ഇട്ട് കിടക്കാം തൽക്കാലം. എന്നിട്ട് നമുക്ക് ഡോക്ടർ സാറ് വന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. എനിക്കൊന്നുമില്ല, എനിക്ക് വിശക്കുണ്ട്, അതേ ഉള്ളല്ലോ, എനിക്കൊന്നുമില്ല. വീണ്ടും താൻ ആ ഹോസ്പിറ്റലിലേക്ക് ചെന്ന ആ ഒരു സ്ഥിതി, അവൾ ഒരിക്കൽ പോലും അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതായിരുന്നു. കാരണം എത്രയോ മണിക്കൂർ ഉറങ്ങുവാനുള്ള ഉറക്ക ഗുളികയായിരുന്നു ഉമ്മയും അനിയത്തിയും കൂടെ അവൾക്ക് കൊടുത്തത്. അവൾക്ക് എന്ത് പറയണം, എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. ആകപ്പാടെ ഒരു ടെൻഷൻ. എന്തൊക്കെയോ ഞാൻ ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളതായിരുന്നു. എന്നെ ആരെ കൊണ്ടുവന്നു നിങ്ങൾ അറിഞ്ഞോ? ഒരു വണ്ടിക്കാരൻ കൊണ്ടുവന്നു. എന്തോ ഒരു സാധനം, ഞങ്ങൾ സാധനം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. അവൾക്ക് എന്തൊക്കെയോ തോന്നി. അത് പഴയ ചിന്തകളിലേക്ക് അതാ അവൾ ഇറങ്ങിച്ചെന്നു. അതെ, എനിക്ക് ഉമ്മ സ്നേഹത്തോടെ, മോളെ സൗദ, നീ ഇങ്ങനെയാലേ എങ്ങനെ മോളെ? ഒന്ന് ഭക്ഷണം കഴിക്കുക, തീരെ കഴിക്കണില്ല കേട്ടോ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ മോളെ ജീവിക്കുക? വെറും ഫ്രൂട്ട്സും വെള്ളം മാത്രം കഴിച്ചതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ആയോ? എന്നാ ഈ ചോറാണ് കഴിച്ചു കൂട്ടാ. അതെ, ഉമ്മ തന്നോട് സ്നേഹത്തോടെ തനിക്ക് ഭക്ഷണം വാരുത്തുന്ന അവൾ ഓർമ്മിച്ചു. അപ്പോഴേക്കും സൗദ വെള്ളവുമായി വന്നതും. റബ്ബേ, ഞാനപ്പോൾ എന്താ കുട്ടി ആലോചിക്കുന്നത്? കുട്ടി എന്താ എപ്പോൾ ഉറങ്ങിയതാണ്? ഞാൻ കുറേ സമയമായി. ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ പരിശോധിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയൂ കേട്ടോ. അഡ്മിഷൻ വേണം. പിന്നെ കൂടെ ആളുകളില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ക്യാഷ്വലി ഹോസ്പിറ്റലിലാണത്. കാരണം പേഷ്യൻറ്റിനെ കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഈ ഒരു ലിസ്റ്റിലുണ്ട്. എങ്കിലും ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. അറിയാതെ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റില്ല. ശരിക്കും സിസ്റ്ററുടെ വാക്കെല്ലാം കേട്ട് അവൾ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. സിസ്റ്റർ, എനിക്കൊന്നുമില്ല. അതെല്ലാ പേഷ്യൻറ്റും പറയുന്ന ഡയലോഗാണ്. അത് ഞങ്ങൾ കേട്ട് മടുത്തതുമാണ്. അതും പറഞ്ഞുകൊണ്ട് അവർ ചിരിച്ചു അങ്ങോട്ട് പോയി. എവിടെ റബ്ബേ, ഞാൻ എന്താ റബ്ബേ ഇവിടെ എങ്ങനെ എത്തിയത്? അവൾക്കൊന്നും അറിയുന്നില്ല. ആകപ്പാടെ ഒരു ടെൻഷൻ. എവിടുന്നാ? തൊട്ടപ്പുറത്തു നിന്നുള്ള ഒരു താത്ത. അവൾ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. കുട്ടിക്ക് എന്തായിന്? എനിക്കൊന്നുമില്ല. ഓ, അല്ലെങ്കിലും ഇവിടെ ഒന്നുമില്ലാത്തവരാണല്ലോ വരവ് എന്ന് പറഞ്ഞ് ആ താത്ത ചിരിച്ചു.
അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അതെ, ഞാനായിട്ട് ഇവിടെ എത്തി, വീണ്ടും ഇവിടെ എത്തി. വേണ്ട, ഉമ്മാൻ്റെ പണിയായിരിക്കും. സ്വന്തം ചോരകൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ എങ്ങനെ ജീവിക്കിവിടെ എനിക്കറിയുന്നില്ല. അവൾ ഒരു നിമിഷം തൻ്റെ കുഞ്ഞിനെ ഓർത്തു, നവാസ്കയെ ഓർത്തു, ഐഷുമ്മയെ ഓർത്തു, എല്ലാവരെയും ഓർത്തു. സുഖവും സൗകര്യവും എല്ലാം വിട്ടൊഴിച്ച് ഞാൻ പോയതാണ്. പക്ഷേ ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇനി. എൻ്റെ ജീവിതം എന്ത് ഇങ്ങനെയായി ഞാനായിട്ട് തന്നെയാണ് എല്ലാം നഷ്ടപ്പെടുത്തിയത്. എന്നെക്കൊണ്ട് ഒന്ന് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? എന്താ എനിക്ക് പറ്റിയത് അറിയുന്നില്ല. എന്താ കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണം? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ. അങ്ങനെ തന്നെയാണ്. ഇവിടെ കുറച്ച് ദിവസം നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മൾ അസുഖമൊക്കെ മാറിയതിന് ശേഷം കൊണ്ടുപോകും. മോള് വിഷമിക്കണ്ട. തൊട്ടപ്പുറത്ത് നിന്ന് ആ താത്ത അത് പറഞ്ഞു. എന്നാൽ ഈ സമയം അതാ സ്റ്റേഷനിൽ സെലീന. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നജീബ് സാർ ചോദിച്ചു. അതെ, ഞാൻ അവിടെ പോയ ആ വീട്ടിൽ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കഴിഞ്ഞു പോകുന്നൊരു പെണ്ണുണ്ട്. പെണ്ണോ? അതെ, അവിടുത്തെ മകളുണ്ട് അവിടെ. ആ പെണ്ണിനെ അവർ രണ്ടുപേരും ഒരുപാട് ഉപദ്രവിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാം. ശരിക്കും നജീബ് അത്ഭുതപ്പെട്ടു. അല്ല, അത് മകളാവുമ്പോൾ ഇപ്പം ഇങ്ങനെ കരച്ചിൽ കേൾക്കാം? അത് സാർ, ആ കുട്ടിയുടെ പൂട്ടിട്ട പോലെയാണ്. ഓഹോ, അങ്ങനെയാണോ? ഷഹർബാൻ. ആ സർ. ഷഹർബാൻ, ഒരു റൈഡിങ് നടത്തേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, അതായത് ഇവർ പറഞ്ഞതിനനുസരിച്ച് എന്തും അല്ലേ, അവിടെ ആ വീട്ടിൽ ഒരാളെ പൂട്ടിയിട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന്. എന്നാൽ അപ്പോൾ തന്നെ അതാ ആ സാർ മറ്റേ സാറുമാരോട് കാര്യം പറയുന്നു. അത് ഒരു വീട്ടിലൊരു പെൺകുട്ടിയെ പൂട്ടിയിട്ടിട്ടുണ്ടെന്നുള്ള വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ സാറേ, അതാ വലിയ ബംഗ്ലാവത്തല്ലേ. ആ പെണ്ണിന് ഭ്രാന്താണ്. ആ പെണ്ണ് ഭ്രാന്ത് കൊണ്ടാണ് അതിനെ പൂട്ടിയിട്ടത്. കയ്യും കാലൊക്കെ കെട്ടി പൂട്ടിയിട്ട് കണ്ടോ. നമ്മളിപ്പോൾ എന്തിനാ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നപ്പോഴേ ഞങ്ങൾ ബോധ്യമായി ഇറങ്ങിപ്പോന്നു. അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് നിർബന്ധിക്കാൻ പാടില്ലല്ലോ. ഇത് അവരെ മെൻ്റൽ ഹോസ്പിറ്റലിലെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തന്നു. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ വയ്യല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോന്നു. ആ, നിങ്ങൾ കണ്ടോ? ആ, ഞങ്ങൾ കണ്ട് കയ്യും കാലം കെട്ടിയ രീതിയിലായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, സാറ് വിട്ടുന്നോളി, നിങ്ങൾ ഉപദ്രവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ വല്ലാതെ നമുക്ക് അടുത്തില്ല, ഞങ്ങൾ പോന്നു. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടാ നിൽക്കുകയാണെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. ഓ, അങ്ങനെ. സലീന. ആ സർ. സലീന, നിങ്ങൾ എന്താണ് കേട്ടത്? സർ, അവിടെ ഞാൻ പുറത്തിരിക്കുമ്പോഴേ അകത്ത് നിന്ന് എന്തൊക്കെയോ ഒരു ഒച്ചപ്പാടും ബഹളും ഒക്കെ കേൾക്കുന്നുണ്ട്. അതുമാത്രമല്ല, നല്ല ചീത്ത പറച്ചിലും കരച്ചിലും അങ്ങനെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. ശരിക്കും ഒരു നല്ലൊരു ഇതല്ല. ഓ, അങ്ങനെ. ഓക്കെ. ഷെഹർബാൻ, ഒന്ന് സെർച്ച് ചെയ്യേണ്ടി വരും കേട്ടോ, വീടും പരിസരമൊക്കെ ഒന്ന്. ആ, ഓക്കെ സർ. അതെ, സ്റ്റേഷനിൽ നിന്ന് ഷെഹർബാൻ ഭാര്യ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത ഒരു ഹെൽപ്പറായി തന്നെ കൂടെ നിൽക്കുന്നുണ്ട്. ഒരു ഭാര്യയാണോ ഭർത്താവാണോ എന്നുള്ള ചിന്താഗതി സ്റ്റേഷനകത്തില്ല. അതെ, അവർ അവിടെ ശരിക്കും ഡ്യൂട്ടി ചെയ്യുന്നവരായിരിക്കും. എന്നാൽ നജീബ് സാറ് അപ്പോൾ തന്നെ വിളിച്ചു നേരെ ഷമ്മാസിന്. ഹലോ ഷമ്മാസ്. ആ സർ. അതൊന്നും വേണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അല്ല ഷമ്മാസ്, മിസ്സിംഗ് ലേഡി ചില വാക്കുകളൊക്കെ എന്നോട് പറഞ്ഞു. എന്തൊക്കെയോ ഒരു വശപ്പിശകൊക്കെ തോന്നുന്നുണ്ട്. എന്താ കറക്റ്റ്? എന്താ മകള് കരഞ്ഞുന്നോ, അവിടെ മകളെ പൂട്ടിയിട്ടുന്നോ അവിടുത്തെ, അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിപ്പോൾ ഇങ്ങനെ ഉണ്ടാവോ? എന്നാൽ പെട്ടെന്ന് ഷമ്മാസിനോടി. എന്താ പറഞ്ഞത്? അല്ലേ, അതായത് ആ വീട്ടിലാരെയോ പൂട്ടിയിട്ടിട്ടുണ്ട്, കരച്ചിൽ കേൾക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നാണ് ഷമ്മാസിന് ഓർമ്മ വന്നത്. പൂട്ടിയിട്. അത് സർ, അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ സ്റ്റേഷനിലേക്ക് വരാം. മോനെ, ഉമ്മ വിളിച്ചു. ആ എടാ, നമുക്ക് മിസ്സിരിയെ ഒന്ന് പോയി കൂട്ടിക്കൊണ്ടിരുന്നു. ഉമ്മ, ഞാൻ അത്യാവശ്യം കുറച്ചൊരു തിരക്കിലാണ്, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. മോനെ, ഒന്ന് രണ്ട് ദിവസമായില്ലേ, മോശമല്ലടാ, നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ.
ഏതായാലും നമ്മൾ വാഫി ഉസ്താദ് ഏൽപ്പിച്ചതല്ലേ ഓളെ. എന്നാൽ കുഞ്ഞുവിന് അവൾ അവിടെ ഉണ്ടായപ്പോഴും ഫസീലക്കും തന്നെ വല്ലാത്ത സന്തോഷമായിരുന്നു. അവൾ പിടിച്ചു വെക്കായിരുന്നു. പൊന്നു മോളെ നീ പോകണ്ട മോളെ, നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഒരു കാര്യം നിന്നോട് പറയണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഫസീല. എന്നാൽ പെട്ടെന്ന് ഷമ്മാസിൻ്റെ വണ്ടി അങ്ങോട്ട് വരുന്നു. കൂടെ നുസൈബയും ഉണ്ടായിരുന്നു. അല്ലാ, കൊണ്ടുപോകാൻ വന്നതാണോ മിസ്രിയെ? ആ, കൊണ്ടുപോട്ടെ, ഉമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാ. ആ പിന്നുണ്ടല്ലോ, പിന്നെ വരാട്ടോ. നേരല്ല എന്ത് നുസി, എന്ത് പോക്കാ, ഈ കുട്ടിനെയും കൊണ്ടുവന്നിട്ടില്ലേ? ഇല്ല, കുട്ടിയൊക്കെ അവിടെ തന്നെയാണ്. എന്ത് പോക്കാത്? അതെ, ഇക്കാക്ക് അർജൻറ്റായിട്ട് എന്തോ പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേ. ഓ അങ്ങനല്ലേ. എന്നാൽ പെട്ടെന്ന് കുഞ്ഞു അങ്ങോട്ട് ഇറങ്ങി വന്നു. ഷാമുൻക, എന്ത് ഇത്ര ധൃതി? ആ കുഞ്ഞു, എടാ ഒരു അത്യാവശ്യ കാര്യമാണ് മോനെ, ഞങ്ങൾ പിന്നെ വരാട്ടോ. പിന്നെ നീ ഷോപ്പിലേക്ക് നടക്ക്, ഞാൻ അപ്പോഴേക്കും അങ്ങോട്ട് എത്താം കേട്ടോ. ധൃതിയിൽ അതാ പെട്ടെന്ന് മിസ്രിയെയും കൊണ്ട് ഷമ്മാസും നുസൈബയും വീട്ടിലേക്ക് തിരിച്ചു പോയി. ഫസീലയുടെ ഉമ്മ പറഞ്ഞു, പഠിച്ചോനെ വല്ലാത്തൊരു പോക്കായിപ്പോയി. ആ കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു സുഖവും സമാധാനമാണ്, എന്തെന്നറിയില്ല. ആ കുട്ടി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മനസ്സിനൊരു സുഖമാണ്. പോയപ്പോൾ വല്ലാത്ത വിഷമം. ഉമ്മ എപ്പോഴും കിട്ടൂരല്ലോ, അവരെ എന്തെങ്കിലും അർജൻറ്റൊക്കെ ഉണ്ടായിട്ട് കൊണ്ടുപോയതായിരിക്കും, അറിയില്ല. ഏതായാലും പഠിച്ചോൻ കാക്കട്ടെ. എന്നാൽ ഷമ്മാസ് വേഗം നുസൈബയെയും മിസ്രിയെയും വീട്ടിലാക്കിയിട്ട്, ഉമ്മ ഞാൻ പോയിട്ട് വരാം. എവിടേക്കാ മോൻ എത്ര ധൃതിയിലേ? അതൊക്കെ ഉണ്ടുമ്മ, ഞാൻ പറയാം. അങ്ങനെ അതാ ഷമ്മാസ് നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നു. നജീബ് സാർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഷമ്മാസ്, ബുദ്ധിമുട്ടായോ ഇപ്പോൾ വിളിച്ചത്? ഏയ് അല്ലപ്പോൾ ഷോപ്പിലേക്ക് ആളെ അയച്ചിട്ടുണ്ട്. ആ ഷമ്മാസ്, പിന്നെ ഇവർ പറയുന്നത്, അല്ല നിങ്ങൾ ജസ്റ്റ് അവരുമായിട്ടൊന്ന് സംസാരിക്കല്ലേ? ആ ഇനി കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഷമ്മാസ് അതാ നേരെ സെലീനയുടെ മുമ്പിലേക്ക്. ആ ഇത്ത ഷാമോനെ, എടാ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവരോട് പറയായിരുന്നു. അതായത് എനിക്ക് നീതി കിട്ടണമെന്ന് കരുതിയിട്ട് ഞാനൊക്കെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വീട്ടിലേക്ക് ചെന്നത്. പൊന്നു മോനെ, അവിടെ ഭയങ്കര ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇവരോട്. എന്താ ഇത്ത നടക്കുന്നത്? ഒന്നുമല്ല, എനിക്ക് സൗദിയുടെ കരച്ചിൽ പോലെയൊക്കെയാണ് തോന്നുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് ഇവരോട് പറഞ്ഞപ്പോൾ സ്വന്തം മകളല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഷമ്മാസ്, അത് മാത്രമല്ല, മറ്റ് പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവരന്ന് ചെന്നിരുന്നോ കണ്ടിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ചെന്നിരുന്നു കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് അവിടുത്തെ കുട്ടിയാണ്, എന്താ മാനസികം ഉള്ള കുട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. അവരോട് തന്നെ വീട്ടുകാർ പറഞ്ഞത് നിങ്ങൾ വിട്ടുന്നോളി, ഉപദ്രവിക്കും എന്നാ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിപ്പോൾ അതിന് മാത്രം എനിക്ക് എന്തൊക്കെയോ ഒരിതുണ്ട് ഷമ്മാസ്. അതൊന്ന് അന്വേഷിക്കട്ടെ, ഇവരുന്ന് ശരിക്കും അന്വേഷിക്കട്ടെ എല്ലാ കാര്യത്തിലും. അല്ലാതെ ഷമ്മാസ് ശരിവെച്ചു. അതെ, അവർ പോയിക്കോട്ടെ സർ. ആ ഷമ്മാസ്, എന്നാൽ ഞങ്ങളൊന്ന് പോയി റൈഡ് നടത്തട്ടെ, അവരുടെ വീട് മൊത്തത്തിലൊന്ന് കേട്ടോ, ഏതൊക്കെയോ ഒന്ന് അറിയാലോ. എന്നാൽ അതാ ഷമ്മാസ്, എന്നാൽ നിങ്ങൾ ഇവരെന്നാ കൊണ്ടുവിട്ടോളൂ, ഇവരുടെ മൊഴികളൊക്കെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെന്നാ ഇവർ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഇനി എന്തെങ്കിലും തെളിവെടുപ്പിൻ്റെ ആവശ്യം വല്ലതും വരികയാണെങ്കിൽ ഇവരെ വിളിപ്പിക്കൂട്ടോ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെ നീതിയെക്കുറിച്ച് അത് സംസാരിക്കാം. അത് നമുക്ക് ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല, കോടതിയിൽ പോകണം. കോടതിയിൽ പോയിട്ട് നിങ്ങൾ വക്കീലിനെ വെച്ച് സംസാരിക്കണം, എങ്കിൽ മാത്രമേ അത് റെഡിയാവുള്ളൂ. പിന്നെ നിരപരാധിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടണം, അങ്ങനെയൊക്കെയുണ്ട്. എന്നാലും സാറേ, എനിക്ക് എൻ്റെ മക്കൾക്കും ആരുമില്ല. കാരണം ഇല്ലാത്ത തെറ്റിനാണ് എൻ്റെ ഭർത്താവ് ജയിലിൽ കിടക്കുന്നത്. അതൊക്കെ ശരിയാക്കാം. അതെ, ഒരുപാടൊന്നും അങ്ങനെ കിടക്കില്ല, അതിനുള്ള കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, പിന്നെ സർ. ആ ഷെഹർബാൻ, പിന്നെ നമുക്ക് ഒരു റൈഡ് നടത്തണം. ഓക്കെ ഷമ്മാസ്, എന്നാൽ ഇവരെ കൊണ്ടുപോയിക്കോളൂ കേട്ടോ. ഓക്കെ അല്ലേ? ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരണം, വിളിക്കും കേട്ടോ ചിലപ്പോൾ, അപ്പോൾ വരണം. ഓക്കെ സർ. എന്നാൽ അത് സെലീനയോട് ഷമ്മാസ് ചോദിക്കുന്നു, അല്ലിത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഷമ്മാസ്, ഞാൻ അവിടെ പോയി എത്ര സമയം ഇരുന്നു. അവിടെ അകത്തുനിന്ന് ഒച്ചപ്പാടായിട്ടും ബഹളമായിട്ടും അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു സൗദിയുടെ ശബ്ദമാണ് കേൾക്കുന്നതെന്നൊക്കെ. എന്തായാലും ഏതായാലും പോലീസുമാർ അവർ പോകുന്നുണ്ടല്ലോ, അവർ പോട്ടെ, അവർ പോയിട്ട് റൈഡ് ചെയ്യട്ടെ. അല്ലാതെ
നമ്മളൊക്കെ എങ്ങനെയൊക്കെ ചെയ്താലും അവർ ഭയങ്കര എന്താ പറയുക, വേണ്ട എന്തിനാ അപ്പോൾ വെറുതെ നമ്മളവർ പറയുന്നല്ലേ. എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടലുകൾ. എൻ്റെ ഉമ്മാനെ ഞാൻ വിടൂലല്ലോ. എൻ്റെ ഉമ്മാനെ ഒരിക്കലും തന്നെ വിട്ടിട്ട് ആകെ മാനം കെടുത്തി വിട്ടതാണ്. ഉമ്മ എപ്പോഴും പോകും. ഉമ്മക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഉമ്മ പോകും. ഉമ്മ പോകണമെങ്കിലും ഞാൻ പറയും, എൻ്റെ പൊന്നുമ്മ നിങ്ങൾ പോവല്ലേ അവരുടെ സ്വഭാവത്തിന്. എനിക്ക് അതിനകത്രം എൻ്റെ ഉമ്മാനെ വിട്ടു കൊടുക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഞാൻ പറയും. അല്ലേത്താ എങ്ങോട്ട് വീട്ടിലേക്കാണ് പോകേണ്ടത്, അതോ ഞാൻ തറവാട്ട് കൊണ്ടാക്കി തരാം. എന്തായാലും നിങ്ങൾ ഇനി എങ്ങനെ വെച്ചാൽ സംസാരിച്ചതനുസരിച്ച് എനിക്ക് ഷോപ്പിലും പോകണം. ഇന്ന് അത്യാവശ്യം കുറച്ച് ഇതുണ്ട്. അതുകൊണ്ട് അങ്ങനെ നേരെ നമ്മുടെ ഐഷമ്മയുടെ വീട്ടിലേക്ക്, പുത്തൻവീട് തറവാട്ടിലേക്ക് സെലീനയെ കൊണ്ടുവിടുന്നു. മക്കൾ ഉമ്മയെ കെട്ടിപ്പിടിച്ചു. ഉമ്മച്ചി നമ്മൾ ഉപ്പച്ചിയെ വിട്ടോ? ഇല്ല മക്കളെ, ഉപ്പച്ചിയെ വിട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ നമുക്ക് വിടുന്ന പ്രതീക്ഷയുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ട് മക്കൾ ദുആ ചെയ്യേ. എന്നാൽ ഐഷുമ്മാക്ക് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമായി. പഠിച്ചോനെ പാവം, അറ്റങ്ങൾ ബാപ്പ എത്ര ആയാലും അതന്നെയല്ലേ റബ്ബേ. കാരണം ആ പ്രായം മക്കളാണേ. എന്നാൽ ഈ സമയം വീണ്ടും കുഞ്ഞിക്കതിയുടെ വീടിൻ്റെ മുമ്പിൽ 2 പോലീസ് ജീപ്പ്. ആരാടി? ആരാ അവിടെ? നോക്ക്, ആ ക്യാമറയിൽ നോക്ക്, അതിൽ നോക്ക്, സ്ക്രീനിൽ. ഉമ്മ 2 വണ്ടി ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കണ്ടല്ലോ. പഠിച്ചോനെ, പോലീസ് വണ്ടിയോ? ഇഞ്ഞു എന്താ ഈ പോലീസുകാർക്ക് ഇവിടെ? ഓളെ പൊക്കിക്കൊണ്ടേയില്ല. ഇനിയിപ്പോൾ ആരെ പൊക്കാനെവിടെ? ഇവിടെ ആരുമില്ല. സൗദ ആ റിമോട്ട് ഗേറ്റ് അവിടെ നിൽക്കട്ടെ. ഒരു കുറച്ച് ഇപ്പം തന്നെ കയറ്റല്ലേ. എന്തിനാന്നാവും ഇനിയിപ്പോൾ എന്താ ഓൽക്ക്, എന്ത് തേങ്ങ ഓൽക്ക് വേണ്ടത്? ഇവിടെയുള്ള നശീകരണങ്ങളൊക്കെ പോയി കഴിഞ്ഞു. ഒന്നാമത് സൗദനെ കൊണ്ടാക്കി, മറ്റോളും പോയി. ഇനിയെങ്കിലും സമാധാനത്തിൽ ജീവിക്കാൻ സമ്മതിക്കോ? നല്ല മട്ടത്തിനൊന്ന് സുഖമായി ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഉമ്മ ഇന്ന് എൻ്റെ ഫ്രണ്ട്സുകളും വരുന്നുണ്ട്. എൻ്റെ പൊന്നാറ് പെണ്ണ്, ഇപ്പം എന്തിനാ ചേച്ചങ്ങളോട് വരാൻ പറഞ്ഞത്? അവർ വരികയെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ അല്ലായിരുന്നു അവരൊക്കെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? അവിടെ 2 പോലീസ് ജീപ്പ്. ഇനിയിപ്പോൾ എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഹലോ, സൗദ, ഞങ്ങളിവിടെ എത്തി പെണ്ണേ. ഞങ്ങൾ വണ്ടിൻ്റെ മുന്നേറ്റ് 2 പോലീസ് ജീപ്പ്. അതെന്താ അവിടെ വല്ല റൈഡും നടക്കുന്നുണ്ടോ? എന്നാൽ സൗദയുടെ വയറ് കാളി, കൈകാലുകൾ കുഴഞ്ഞു. എടാ നീ എന്തേ പറയുന്നത്? അവർ ഇങ്ങോട്ട് എത്തിയിട്ടൊന്നുമില്ല. എന്തെത്ര ടെൻഷനാവാനേ? അവിടെ എന്തേ വല്ല പ്രശ്നമുണ്ടോ? ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നാൽ വീണ്ടും കോളിംഗ് ബെൽ മുഴങ്ങി. എല്ലാവരും പോയതിനു ശേഷം ഗേറ്റ് ഭദ്രമായ രീതിയിൽ ലോക്ക് ചെയ്തിരുന്നു. ഹസീന തുറന്നെടുത്ത അളവിൽ ഗേറ്റ് പൊളിച്ചുള്ളിലേക്ക് കയറും. എന്നാൽ അപ്പോഴേക്കും പോലീസിൻ്റെ വിളി. അതെ, ഗേറ്റ് ചവിട്ടി പൊളിക്കണോ അതോ തുറക്കുന്നുണ്ടോ? ഞങ്ങൾക്കിവിടെ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. എന്നാൽ അത് കേട്ട ഹസീന പേടിച്ച് വിറച്ചു. അതെ, കുഞ്ഞിക്കതിയെയും പൊന്നാര പെണ്ണാണ് തുറന്നു കൊടുത്ത ആളാ. ഗേറ്റ് ഓട്ടോമാറ്റിക്കലി തുറന്നു. 2 പോലീസ് ജീപ്പുകൾ ഒന്നിനു പിറകെ ഒന്നായി അവരുടെ ആ വിശാല മുറ്റത്തേക്ക് കടന്നു വന്നു. ആഹാ, ഇത്രക്കും വലിയ വിശാലമായ മുറ്റവും വീടും അടിപൊളി മൊത്തത്തിൽ. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെയാണല്ലോ. അല്ല സർ, അപ്പോൾ നമ്മളിവിടെ ചെക്ക്, അത് സുഖമില്ലാത്ത കുട്ടിയല്ലേ, ആ കുട്ടിയെ എന്ത് നമ്മൾ ചെയ്യാൻ? അറിയില്ല, ഞാൻ നോക്കട്ടെ. നിങ്ങളൊക്കെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് പോയതല്ലേ, പക്ഷേ എനിക്കിവിടെ ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടി വരും. നജീബ് സാറിൻ്റെ വാക്കുകൾ കേട്ട് മറ്റു പോലീസുമാരെല്ലാം അദ്ദേഹത്തിൻ്റെ പിറകെ നടന്നു. ഷഹർബാൻ, സർ. പിന്നെ അവിടുത്തെ വീട്ടുകാരെ വിളിക്ക്. അതെ, പിന്നെ എന്ത് നിങ്ങൾ വാതിലടിച്ചിരിക്കുന്നത്? വാതിൽ തുറക്കൂ. എന്താ ഇതിങ്ങനെ? ഇതപ്പം തുറക്കും. എടി, ആ വാതിൽ പൊളിക്കും, തുറന്നു കൊടുത്താളാ. എൻ്റെ റബ്ബേ. അങ്ങനെയതാ അവർ വാതിൽ തുറന്നു. അതെ, ഞങ്ങൾക്കൊന്ന് റൈഡ് ചെയ്യാനുണ്ട്. ഇവിടെ മൊത്തത്തിലൊരു ചെക്കിങ്. വരൂ ഉഷ, സ്മിത, വരൂ. 3 വനിതാ പോലീസുകാരും ഷഹർബാൻ അടക്കം 3 പേരും ബാക്കി 4-5 പോലീസുമാരും വീടിനകത്തേക്ക് കയറുന്നു. അല്ല, നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് എവിടേക്ക് കയറി പോണത്? ഒരു ആളെ വീട്ടിലേക്ക് അനുവാദം ഇല്ലാതെ നിങ്ങൾ പ്രവേശിക്കുകയാണോ? അനുവാദം ഇല്ലാഞ്ഞിട്ടല്ല, ചില
കാര്യങ്ങൾ ഇവിടെ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ എന്ത് തേങ്ങ നിങ്ങൾക്ക് വേണ്ടത്? കുഞ്ഞിക്കതിയുടെ വാക്ക് കേട്ട് ഷെഹർബാൻ, എന്താ നിങ്ങളീ പറയുന്നത്? ഞങ്ങൾ പോലീസുകാരാണ്. ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ചില അന്വേഷണങ്ങളുണ്ടാകും. അതിൽ നിങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഇല്ല, മനസ്സിലായല്ലോ? മനസ്സിനുള്ളിൽ എന്തെങ്കിലും കള്ളത്തരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കണം. നിങ്ങളെന്തിനാ ഭയക്കുന്നത്? ഭയക്കുന്നല്ല, എനിക്കൊരു ബേജാറ്. എന്തിനു ബേജാറാകണം? നിങ്ങളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഏതാ റൂമാകെ എല്ലായിടത്തും ഷെഹർബാനും സംഘവും പോയി നോക്കുന്നു. പറയണം, ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി അതെവിടെ പോയി? എല്ലാ റൂമും ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയല്ലോ. എന്തു പറ്റി? എവിടെ? കൈകാലുകൾ ബന്ധിച്ച നിലയിൽ സുഖമില്ലാത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ആ, അവളെ കാണുന്നില്ല. എവിടേക്ക് പോയത് എന്താ അറിയില്ല. കാണുന്നില്ലെന്നോ? അതെന്താ, നിങ്ങളിൻ്റെ പരാതിയൊന്നും കൊടുത്തില്ലേ? ഇല്ല, ഞാൻ ചിലപ്പം കെട്ടിച്ചു കൊടുത്തൊക്കെ പോയിട്ടുണ്ടാവും. കെട്ടിച്ച വീട് പുത്തൻ വീട് തറവാടാണ്. ഓഹോ. പെട്ടെന്ന് നജീബ് ഷെഹർബാൻ്റെ മുഖത്തേക്ക് നോക്കി. കേട്ടോ, അതെ, ഷമ്മാസിൻ്റെ വീട്. അവൻ്റെ ജ്യേഷ്ഠൻ്റെ ഫാമിലിയാണിത്. വൈഫ് ഫാമിലി. ഓക്കെ. അതല്ല, ആ കുട്ടി മിസ്സായിട്ട് നിങ്ങളെന്താ കംപ്ലൈൻറ്റ് തരാത്തത്? ഞങ്ങൾ തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കെന്തൊരു കള്ള ലക്ഷണം? ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ഷെഹർബാൻ ചോദിച്ചു. കള്ള ലക്ഷണമൊന്നും അല്ല സാറേ, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. ഞാനാകെ ബേജാറായി നിൽക്കണം എൻ്റെ മോളെ കാണാത്തതിൽ. ഓഹോ, അതെ, കളവ് പറയുകയാണെങ്കിൽ 10 കളവെങ്കിലും നിങ്ങൾ പറയേണ്ടി വരും. മുഖത്ത് നോക്കി കളവ് പറയുന്നവരുടെ മുഖം കണ്ടാലറിയാം അത് കളവാണോ സത്യമാണോ എന്നുള്ളത്. ഞങ്ങൾ പോലീസിൽ ജോയിൻ ആകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് വന്നത്. നിങ്ങൾ ഈ കല്ല് വെച്ച നുണകളൊക്കെ പറയുമ്പോഴേ ഞങ്ങൾക്കറിയാം. പറയണം, എവിടേക്കാണ് അവൾ പോയത്? അവൾ കെട്ടിച്ച് വീട്ടിൽ കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞത് കാണാനല്ല എന്ന് പറഞ്ഞത്, എവിടേക്ക് ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞത്, അത് ഒരു ഉറപ്പില്ലായിരുന്നു. ഓഹോ, അപ്പം അങ്ങനെ. അപ്പോൾ എന്തായിരുന്നു അവളുടെ പേര്? സൗദ എന്നല്ലേ? ആ, സൗദ. കാണാമല്ലോ എൻ്റെ കുട്ടീനെ. ആകെ ബേജാറായി നിൽക്കുകയാണ് ഞാൻ. എനിക്ക് തീരെ ആലോചിച്ചിട്ട് സങ്കടം. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളും വന്നത്. നിങ്ങൾ ഒരാളെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കരഞ്ഞിരുന്നുകൊണ്ട് ആളെ കിട്ടുമോ? ഇല്ല. എന്ത് വേണം? പോലീസിൽ പരാതി കൊടുക്കണം. പോലീസ് എന്ന് പറഞ്ഞാൽ എന്തിനാ? ഈ നാട്ടിലെ കാര്യങ്ങളെല്ലാം അതിലൊക്കെ ഇടപെടാനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്ത് കൊടുക്കാനും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി ഇവിടെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഇതുവരെയായിട്ട് സ്റ്റേഷനിലേക്ക് ഒരു കോളും, അല്ലേ സർ? ആ, ഇല്ല, ഒരു കോളും വന്നില്ലല്ലോ. ഇല്ല സാറേ, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്താ വിളിക്കുക? കല്യാണം പറയാൻ വിളിക്കുന്നല്ലോ. സ്വന്തം മോള് നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ പുത്തൻ വീട് തറവാട്ടിലേക്ക് വിളിച്ചു ചോദിച്ചോ? ഇല്ല, ആ നമ്പറൊന്നും. ഓ, അങ്ങനെ. ഒരു മിനിറ്റ്. ഹലോ. ആ, ഷമ്മാസ്, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? അത് അവിടെ സൗദ എന്ന് പേരുള്ള പെണ്ണെത്തിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. അത് ഓക്കെ, ഞാൻ പറയാം. ആ, അവിടെ ഇല്ല. അപ്പോൾ എങ്ങോട്ടാണ് പോയത്? അറിയില്ല സാർ, അറിയില്ല. ഡി ഷെഹർബാനെ, നേരെ അതാ ഹസീനെ പിടിക്കുന്നു. എന്താ? ഇവിടുത്തെ ആ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു നിൻ്റെ ജ്യേഷ്ഠത്തിയായി ആ പെണ്ണെവിടെ? അത് മാഡം, എനിക്ക് അറിയില്ല. അവളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അവളെ പുത്തൻ വീട് തറവാട്ടിലേക്ക്. അല്ലാതെ ഇപ്പോൾ എവിടെ പോവാനാ? ഓ, അതല്ലേ, പറയാൻ പറ്റില്ല. ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തി നിൽക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അന്വേഷണം വേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. സർ, ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ വരട്ടെ. അവർ 2 പേരെ ഇരുത്തിയൊന്ന് ചോദ്യം ചെയ്യണം. എന്നെങ്കിലും ഇത് പൊളിയുള്ളൂ. ആ, പിന്നെ എന്താ പേര് പറഞ്ഞത്? കുഞ്ഞിക്കതിയ. നിൻ്റെത് ഹസീന. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഉമ്മയും മോളും. ഓക്കെ, നിങ്ങൾ ഉമ്മയും മോളും ആയ സ്ഥിതിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടെയുണ്ട് അല്ലേ? എന്താ? സൗദ ഇത്താത്ത. വേറെ? ഉപ്പ ഉണ്ട്, അനിയത്തിമാർ. എന്നിട്ടെവിടെ ഉപ്പയെന്ന് വിളിപ്പിക്കണല്ലോ. ഉപ്പ ഞങ്ങളുടെ കൂടെ അല്ല ജീവിക്കുന്നത്. ഉപ്പ വേറെ ഫാമിലിയുടെ കൂടെയാണ്. ഓഹോ, നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും അല്ലേ?
എന്നിട്ട് അനിയത്തിമാർ അവർ ഉപ്പാൻ്റെ അടുത്ത് തന്നെയാണ്. അതല്ല, നിങ്ങൾ ഇത്രയും വലിയ വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള വരുമാനം? അത് മോനെ അതിൻ്റെ മരുമോൻ എടുത്തുന്നതാണ്. എൻ്റെ മരുമോന് ഗൾഫിലൊക്കെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓനെടുത്തതാണ് ഈ പെരയും സ്ഥലവും ഈ വണ്ടിയും. ഞങ്ങൾക്കവിടെ കടയൊക്കെ ഉണ്ട്, അതൊക്കെ ഓനെടുത്തതാണ്. ഓഹോ, അപ്പോൾ ആ മരുമകൻ്റെ നമ്പറും തരുമോ? മരുമകൻ ഇപ്പോൾ വലിയൊരു ഇതൊന്നുമില്ല, ഞങ്ങൾക്ക് നമ്പർ അറിയില്ല. ഓക്കെ. എന്നിട്ട് നിങ്ങൾ അടിപൊളിയായി കഴിയുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ? ഫുള്ള് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ മരുമകൻ എടുത്തു തന്നു. ഇപ്പോഴും മരുമകൻ്റെ ചിലവിൽ തന്നെയാണോ കഴിയുന്നത്? അങ്ങനെയൊന്നുമല്ല സാറേ, ഞങ്ങൾ അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ കഴിയുന്നുണ്ട്. ഓക്കെ ഓക്കെ. അല്ല, നിങ്ങൾ പറഞ്ഞില്ല മരുമകൻ്റെ ഭാര്യ എവിടെ? നീയാണോ ഭാര്യ? അല്ല, പിന്നെ സൗദ എന്നുള്ള പേര്. ഓ അങ്ങനെ, അവളാണ് ഭാര്യ. എന്നിട്ട് നിങ്ങൾക്ക് മരുമകൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് അവളെവിടെന്നാണ് ചോദിക്കുന്നത്? ഇത്രയ്ക്കും നല്ല രീതിയിൽ നോക്കുന്ന മരുമകൻ ഉണ്ടായിട്ട് അവരുടെ ഭാര്യയെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? എങ്ങോട്ട് പോയി? അവരുടെ ഫോൺ നമ്പർ തരൂ. ഓൾക്ക് ഫോണില്ലേ? ഇത്രയും വലിയ ബിസിനസ്സുകാരനൊക്കെ ആയിട്ട് ഭാര്യയ്ക്ക് ഫോണില്ല. കൊണ്ടുപോയിക്കണോ അറിയില്ല, ഇനി എന്ത് ഞങ്ങൾക്ക് അറിയില്ല. പൊന്നാരൻ്റെ പോലീസ്, ഞങ്ങൾ തളർത്തല്ലേ? ഞങ്ങൾക്ക് അറിയായിട്ടാണോ ഒന്നും? എവിടെ പോയി? ഞങ്ങളാകെ ആ ടെൻഷനിൽ നിൽക്കുകയാണ്. ഓ, നിങ്ങൾക്കറിയില്ല അല്ലേ? ഇല്ല, ഞങ്ങൾക്കറിയില്ല. എന്തിനാ നിങ്ങൾ ഇത്ര വിറക്കുന്നു? അറിയില്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ. ഒരു മകൾ നഷ്ടപ്പെട്ട മാതാവിൻ്റെ മനോഭാവമല്ല നിങ്ങൾക്കുള്ളത്. ഒരു മകൾ നഷ്ടപ്പെട്ട മകനായാലും മകളായാലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അവരാകെ ടെൻഷനായി കരഞ്ഞ്. പക്ഷെ നിങ്ങൾക്കൊരു ഉള്ളിലൊരു ഭയമാണുള്ളത്. ഒരിക്കൽ പോലും ഞങ്ങൾ പോലീസുകാർ സാറേ നിങ്ങളെന്ത് ഞങ്ങളെ ടെൻഷൻ മനസ്സിലാക്കാത്ത? അതെ, പോലീസുകാരോട് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളിതൊക്കെ പഠിച്ചിട്ട് ഒരുപാട് കള്ളത്തരങ്ങളും കള്ളികളൊക്കെ പൊളിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഉള്ളത്. അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾ പറയുന്നത് എല്ലാം അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ ഞങ്ങൾ പൊട്ടന്മാരുമല്ല ഒന്നും. ഞങ്ങളിത് പഠിച്ചിട്ട് തന്നെയാണ് ഈ ഫീൽഡിലേക്ക് കയറി വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അറിയാൻ കഴിയും. സാറേ നിങ്ങളങ്ങനെ പറയല്ലേ, എൻ്റെ കുട്ടി പോയിട്ട് ഭയങ്കര ടെൻഷനിലാണ് ഞാൻ. ഓഹോ, ഓക്കെ, നല്ല ടെൻഷനാണല്ലേ? അപ്പോൾ കുട്ടിയെ കണ്ടുപിടിക്കണ്ടേ? എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ? അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ കണ്ടുപിടിക്കാനും വലിയ ആഗ്രഹമില്ലേ? എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? അതിപ്പോൾ എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? എപ്പോഴാണ് നിങ്ങൾ കണ്ടത്? അത് ഒരു 4-5 മണിക്കൂറൊക്കെ ആയി. 4-5 മണിക്കൂറായിട്ടും ഇതുവരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു കോളോ അല്ലെങ്കിൽ തിരച്ചിലോ? ഇവിടെ അയൽവാസികളോടൊക്കെ അന്വേഷിച്ചോ? ഇല്ല, അതൊന്നും ആരും വലിയ സുഖമില്ല ഞങ്ങളോട്. ഓഹോ, പിന്നെ എവിടെയും അന്വേഷിച്ചില്ല, ചോദിച്ചില്ല, ഇവിടെ അങ്ങനെ ഇരുന്നു അല്ലേ? അത് സർ, ഇവർ മിക്കവാറും കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. അവരെ ലോക്കപ്പിലിട്ട് പറയിപ്പിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഷഹർബാൻ്റെ വാക്കുകൾ കേട്ട് ഹസീന ഞെട്ടി. ഉമ്മ, നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ വരൂല. വാണി സത്യങ്ങൾ തുറന്ന് പറഞ്ഞോളി. ലോക്കപ്പിലിട്ട് നല്ലോണം തല്ലി ചതക്കും ഉമ്മ. ഈ ഉമ്മ എന്നെ മാനം കെടുത്തു. എൻ്റെ ഫ്രണ്ട്സുകളുടെ ഇടയിലൊക്കെ ഞാൻ ഭയങ്കര ബോൾഡാണ്, ഭയങ്കര ഹാപ്പിയിലാണ്. നിങ്ങൾ നാണം കെടുത്തല്ലേ? എന്താ പറയുന്നത്? എന്നാൽ സൗദയുടെ ഉമ്മയെ അതാ ഹസീന തള്ളുന്നു. പറഞ്ഞോളൂ, നിങ്ങളല്ലേ പറഞ്ഞത്, പറഞ്ഞോളൂ. എന്താ രണ്ടുപേരൊരു കുശുകുശുപ്പ്? അതെ, 2 നല്ലോണം കിട്ടും. നല്ലോണം കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കേസ് തുടങ്ങുള്ളൂ. പറയണം, നിങ്ങൾക്ക് 2 പേർക്കും എല്ലാം അറിയാം. ശരിക്കും അതാ ഷഹർബാൻ്റെ വാക്കുകൾ കേട്ട ഹസീന ഞെട്ടുന്നു. ഉമ്മോ, എന്താടി മുണ്ടാതെ അവിടെ ഇരിക്ക്. അതെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് ചെയ്യണോ അതോ ലോക്കപ്പിൽ നിന്ന് ചെയ്യണോ? ലോക്കപ്പിൽ നിന്ന് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അടിയും കുത്തൊക്കെ കിട്ടും. പിന്നെ ഒന്നുമല്ല, പോലീസ് മുറ അറിയാലോ, പോലീസിൻ്റെ ശിക്ഷാ നിയമങ്ങൾ നിങ്ങൾക്കറിയാലോ. സത്യം പറഞ്ഞില്ലെങ്കിൽ അതെ, നഖത്തിനിടയിലൂടെ സൂചി കുത്തിക്കയറ്റും. അങ്ങനെയുള്ള പല പല രീതിയിലുള്ള ശിക്ഷാമുറകളും ഉണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ പറയണത്?
ഞങ്ങളെ ഇടങ്ങാറാക്കല്ലേ, ഞങ്ങളെ കുട്ടി നഷ്ടപ്പെട്ടു പോലും ഞങ്ങളെന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറാക്കണേ, ഞങ്ങൾക്കല്ലേ എൻ്റെ വിഷമം. കുഞ്ഞിക്കതിയ കരഞ്ഞുകൊണ്ട് പറയുന്നു. അതെ, കുഞ്ഞിക്കതിയ അല്ലേ, നല്ല പേര്. പേര് നിൻ്റെത് ഹസീന. ഓഹോ, ഹസീനയും കുഞ്ഞിക്കതിയും ചെറിയൊരു നാടകം കളിക്കുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. ശരിക്കും അതാ നജീബ് സാറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഷഹർബാനും മുന്നോട്ട് വന്നു. നാടകം നിർത്തി സത്യം നിങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് താൽക്കാലികമായി രക്ഷപ്പെടാം എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു ആശ്വാസവാക്ക് പറയണം. സത്യം മാത്രം പറയണം. ക്വസ്റ്റ്യൻസ് തുടങ്ങുകയാണ്. എന്താ, ഞങ്ങൾ സത്യം പറഞ്ഞില്ലേ? ശരിക്കും കുഞ്ഞിക്കതിയ വീണ്ടും കരയുന്നു. കരയാനല്ല, മോങ്ങാനല്ല പറഞ്ഞത്, സത്യം മാത്രം. എവിടെ സൗദ? എവിടെ സൗദ? എവിടെയാണ്? അതറിയില്ല. പറയടി ഹസീന, സൗദ എവിടെ? അറിയില്ല. രണ്ടുപേരും മാറി മാറി പറയുന്നു. എന്നാൽ ഷഹർബാൻ പിടിച്ച് വലിച്ച് രണ്ടിനെയും ജീപ്പിൽ കയറ്റി. സാറേ, ഞങ്ങളങ്ങനെ കൊണ്ടുപോവില്ലേ? കുഞ്ഞിക്കതിയും ഹസീനയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ പോലീസിൻ്റെ കാല് പിടിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.